നമ്മൾ ഇന്ന് കോട്ടയം സ്റ്റൈലിലൊരു മീൻകറി വെക്കാൻ പോകുന്നു. കോളി എന്ന മത്സ്യം ഇവിടുന്ന് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മത്സ്യമാണ്. അതിനെ നമ്മൾ കറി വെക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങളെ ഈ പിറവത്ത് മീൻകറി വെക്കുമ്പോൾ ഇത്ര എരിവ് വരത്തില്ല, അതുപോലെ പുളി അത്ര ഇടാറില്ല. പിന്നെ ഞങ്ങളുടെ കുറേ കൂടെ ഒരു കോക്കനട്ടൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം കോട്ടയത്ത് ചെല്ലുമ്പം എന്ന് മീൻകറി എനിക്കൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ അമ്മ ഇപ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിടിച്ച് ഒരു മീൻകറി ഉണ്ടാക്കി വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാണാമല്ലോ എങ്ങനെ ഇത് ഉണ്ടാക്കണ്ടേന്നുള്ളത്. ഇതുവരെ ഉണ്ടാക്കിയത് അത്ര ഒത്തിട്ടില്ല. ചിലപ്പം 7 വെളിച്ചങ്ങ് ഒക്കും, ചിലപ്പോൾ ഒക്കത്തില്ല. പക്ഷെ ഹെൽസിനും വലിയ ഇഷ്ടമാണ് ഈ മീൻകറി അമ്മയുടെ സ്റ്റൈല്. അപ്പോൾ ഇപ്രാവശ്യം എന്നാ അമ്മേനെ ഇന്ന് വീഡിയോ എടുത്ത് അമ്മേനെ കൊണ്ടൊന്ന് പഠിപ്പിക്കാം, ഞാൻ പഠിക്കാം. അമ്മ ചെയ്യണം കണ്ട് എനിക്ക് പഠിക്കാമെന്നോർത്താണ് ഞാനിവിടെ ഇവിടെ നിൽക്കുന്നത്. പച്ചമുളക് ഇരിപ്പുണ്ട്, തക്കാളി, ചെറിയ കുഞ്ഞു തക്കാളി ഇല്ലേ, പ്ലം തക്കാളി, അതിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയ തക്കാളി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേ ഉപ്പിട്ടിട്ട്, അതൊരു വലിയ ടിപ്പാണ് കേട്ടോ, ഉപ്പിട്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഉപ്പിട്ടിട്ട് നമ്മുടെ കുടംപുളി ചൂടുവെള്ളത്തിലല്ലേ അമ്മേ? ചൂടുവെള്ളത്തില് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ക്വാണ്ടിറ്റി നോക്കണം. നമ്മൾ കുറച്ച് മീനെ എടുക്കുന്നുള്ളൂ, നമ്മൾ ഡെമോ കാണിക്കാനായിട്ട് എല്ലാം കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ കാശ്മീരി മുളക് പൊടി, അല്ലാതെ എരിവുള്ള മുളക് പൊടിയുടെ ഒരു മിക്സാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ അമ്മേനകത്ത്? മല്ലിപ്പൊടി. സത്യം പറഞ്ഞാൽ മല്ലിപ്പൊടി ഇത്ര എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇത്രയും മല്ലിപ്പൊടി എടുക്കാറില്ല, കുറുകല് കിട്ടാൻ വേണ്ടി. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ചുവന്ന ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഇച്ചിരി കുരുമുളകും ഉണ്ട്. ആദ്യം കടുകിടുന്നു. കടുകിട്ടു, കടുകിട്ടതിന് ശേഷം ഉലുവ ഇട്ടു. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഉള്ളി ഇടണം. ആവട്ടെ ഇനി നമ്മൾ ഉള്ളി മൂപ്പിക്കുക. ഉള്ളി മൂക്കാനിട്ടു. വേറെ ഇച്ചിരി കരിവേപ്പിലയും കൂടെ അവസാനം ഇടാനായിട്ട് കൊണ്ടുവരണം. ഉള്ളി, കടുക്, ഉലുവ ഇവയൊക്കെ മൂത്തു. ഉള്ളിക്ക് നല്ല ഗോൾഡൻ കളറായി. ഇനി കുറച്ച് കരിവേപ്പില ഇട്ടു. ശേഷം ശകലം സവാള അരിഞ്ഞത് ഇട്ടു. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് അമ്മ നാട്ടിലും മീൻകറി ഉണ്ടാക്കുന്നത്. പല തരത്തിലുണ്ടാക്കാം. ഇതിപ്പോൾ ഇന്ന പോലെ ഉണ്ടാക്കണം എന്നല്ല. ഞാനൊരു തുള്ളി മല്ലിപ്പൊടി എടുത്തുള്ളൂ. അത് ആരാണ്ടൊക്കെ എന്നോട് പറഞ്ഞു അത് കേടായിപ്പോകും, പെട്ടെന്ന് മീൻകറി പെട്ടെന്ന് കേടായിപ്പോകും. ഇനി മല്ലിയുടെ ചുവ കൂടിക്കഴിഞ്ഞാലും വൃത്തികേടാണ്. മല്ലിയുടെ ചുവ കൂടിക്കഴിഞ്ഞാൽ കഴിക്കാവും. മല്ലി ചേർത്തിട്ടൊന്നും അറിയാത്ത പോലെയൊക്കെ അതിനെ മേക്കപ്പ് ചെയ്യണം. സവാള വഴന്നു. ഇനി ഇഞ്ചി അരിഞ്ഞതിടുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, അത് ശകലം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയുടെ മണം പോകുന്നിടം വരയ്ക്കും ഇട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചച്ചൊവയൊക്കെ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചൊവ പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് 2-3 പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തു. കടുക് ആദ്യം ഇട്ടു, അത് കഴിഞ്ഞ് ഉലുവ ഇട്ട് പൊട്ടിച്ചു. മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മൾ ചെറിയ ചുവന്നുള്ളി ഇട്ട് അത് വഴറ്റി. അതിനുശേഷം വെല്ലുള്ളി ഇട്ടു, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത്രയും സംഭവങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം തക്കാളിക്ക ഇടും. ടൊമാറ്റോ ഇട്ടു.
അത് ഒന്ന് നല്ല പോലെ വഴന്ന് കഴിഞ്ഞ് ആ കറിയുടെ കളർ അങ്ങ് മാറി. വഴന്ന് ലുക്കായി കളർ. നല്ല ചുമന്ന തുടുത്ത തക്കാളി ഇടുമ്പോ നല്ല ലുക്ക് ഉണ്ട് കാണാൻ. അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മ ആദ്യമായിട്ട് മീൻകറി ആരിൽ നിന്നാ പഠിച്ചത്? പോടി നീ എന്നെ ഈ ചുമ്മാ ഈ എന്ന് പറഞ്ഞാൽ ഈ ലോകം കണ്ടിട്ടില്ലാത്ത ആളെ പോലെ നീ എന്നെ വർത്താനം പറയാതെ. അമ്മച്ചിയുടെ അടുക്കളയിലൊക്കെ അവര് ഓർമ്മകളൊക്കെ പറയുന്നതാണ് ഹിറ്റായി പോണത്. ഓ പഴയ അടുക്കളയുടെ കാര്യം. അന്നത്തെ കുറെ ഓർമ്മകൾ പറ അമ്മ. അവിടെ മീൻ കായലിൽ നിന്ന് പിടിച്ചോണ്ട് വരുവാണ്. കായലിന്ന് തോട്ടിന്നാ പിടിച്ചോണ്ട് കിടക്കുന്ന മീനാണ് നമ്മള് കറി വെക്കുന്നത്. കിടക്കുന്ന മീൻ കറി വെക്കും. പിന്നെ വിറകടുപ്പല്ലായിരുന്നോ? വിറകടുപ്പായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പൊ വിറകടുപ്പല്ലേ, ഗ്യാസ് അടുപ്പല്ലേ. അല്ല അല്ല അല്ല, അടുക്കളയ്ക്കുള്ള അടുക്കളക്കകത്ത് തന്നെ ഇതൊക്കെ സെറ്റിങ്സ് ഒക്കെ. അപ്പോൾ നമ്മുടെ തക്കാളി വഴന്നു. 3 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ കൂടെ ശകലം വെള്ളത്തിൽ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുവാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഇവ 3ഉം കൂടെ ചേർത്ത് വെള്ളത്തിൽ, അതായത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലയിപ്പിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി ഈ എണ്ണ താളിച്ചതിനകത്തോട്ട്, കടുക് താളിച്ചതിനകത്തോട്ട് ഇട്ട് ഒന്ന് വഴറ്റണം. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒരെണ്ണ തെളിയുന്നിടം വരേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി എണ്ണ തെളിയുമ്പോഴേക്കും ഇതേതാണ്ട് മൂപ്പായെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നതിന് ശേഷം ആണ് അടുത്ത പരിപാടികൾ. എണ്ണ തെളിയുന്നിടം വരേക്ക് നമ്മളിതിനെ ചൂടാക്കി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇത് നന്നായിട്ട് മൂക്കും, അരപ്പ് നന്നായിട്ട് മൂക്കും. അരപ്പ് മൂക്കുമ്പോൾ ഒരു നല്ല മണവും വരും. എണ്ണ ഇങ്ങനെ തെളിയും അരപ്പിൻ്റെ പുറമേ കൂടെ. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അങ്ങനെ ആയിട്ടുണ്ട്. ഇത് കണ്ടോണം, എണ്ണ പൊടിച്ച് വരുന്നുണ്ടോ. ഇനിയും ഇതിനെതിരേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കണം നന്നായിട്ട്. അതിനുശേഷമാണ് നമ്മൾ മീനിടാറ്. അതിലേക്ക് ആവശ്യമായ പുളിയും കൂടെ ചേർത്ത് തിളപ്പിക്കുക. പുളിയും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മീൻ അതിലേക്കിട്ട് വേവിക്കണം. അതാണ് ഈ കറി. കളയ്ക്കണം. നമ്മുടെ മീനിൻ്റെ അരപ്പും പുളിയും എല്ലാം നന്നായിട്ട് തിളച്ചു. ഇനി അതിലേക്ക് മീനെ ഇട്ട് കൊടുക്കണം. ഇട്ടോട്ടെ. മീനെ ഓരോ കഷ്ണമായിട്ട് പെറുക്കി അതിലേക്ക് ഇടുക. ഒന്ന് കുലുക്കി അതിൻ്റെ മേലെ ആ ചാറെല്ലാം വീഴത്തക്കവണ്ണം ആക്കിക്കൊണ്ട് പൊടിഞ്ഞു പോകാതിരിക്കാനാണ് പതുക്കെ കുലുക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ചാറൊക്കെ ആക്കുന്നത്. തവിയൊക്കെ ഇട്ട് ഉടച്ചാലുണ്ടല്ലോ അത് പൊടിയും. പിന്നെ അതിൻ്റെ മൂടലുണ്ട്, മൂട്. അതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് ഇതിനെ മൂടി വെക്കും. നിൽക്കേ, ഒത്തിരി വേണ്ട. അത് തിളച്ച് അടുക്കി പിടിക്കാതിരിക്കാനാണ് ഒന്ന് കുലുക്കി വെക്കുന്നത്.
അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റപ്പ് ആയിട്ടുണ്ട്. സൂപ്പർ. എരിവും പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ട് കാണാവോ ഇതിനകത്ത്. ഇത് കാണാൻ തന്നെ എന്നെ ഭംഗിയാണ്, എന്നെ കൊഴുപ്പാ ചാറിന്. ഓ എന്നെ ചൂടാ, എന്നെ ചൂടാ. നല്ല പാകത്തിന് പുളി, നല്ല എരിവ്, നല്ല കറിവേപ്പിലയുടെ കുത്ത്, ആ മൊയ്യ ഉള്ളിയുടെ കുത്ത്, എല്ലാം എല്ലാം സൂപ്പറായിട്ടുണ്ട്. എല്ലാം പാക.